ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാർട്ട് 2 നൈറ്റിയുടെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റി ഏറ്റവും സിമ്പിളായിട്ട് തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടൊരു നൈറ്റിയുടെ കട്ടിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആർക്കായാലും ഒരു ഡൗട്ടും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ ഞാൻ ചെയ്യേണ്ടത് ഫ്രണ്ട് യോക്ക് പോർഷനിലെ ഈ ഒരു നെക്ക് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഭംഗിയായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നെക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ ഈ ഒരു നെക്കിൻ്റെ അരികുവശം ഉണ്ടല്ലോ, അത് ഭംഗിയായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഭംഗിയായിട്ട് അരികുവശം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ദേ അരികുവശം മടക്കി ഇതുപോലെ ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഇതങ്ങ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ എങ്ങനെയാണോ ഫ്രണ്ട് പോർഷൻ ചെയ്യുക അതുപോലെ തന്നെ ബാക്ക് പോർഷനും ചെയ്യുക കേട്ടോ. സെയിം മെത്തേഡാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ അരികുവശം ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മുടെ ഫ്രണ്ട് യോക്ക് പോർഷൻ എടുക്കുക. ഇത് നല്ല വശമാണ് കേട്ടോ അപ്പോൾ ഞാൻ വെച്ചിരിക്കണേ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസ് കറക്റ്റായിട്ട് അതേ ഷേപ്പിൽ തന്നെ അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്യാപ്പ് വിട്ട് നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, നെക്ക് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഗ്യാപ്പ് വിട്ട് നമുക്ക് ഇതേ ഷേപ്പിൽ കൂടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ കുത്തി നിർത്തി നമുക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. സെൻറ്റർ പോയിന്റ് എത്തിയപ്പോൾ വീണ്ടും ഞാൻ കുത്തി നിർത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു പോയിന്റ് എത്തിയപ്പോഴും കുത്തി നിർത്തി. ഇപ്പം അതേ ഭംഗിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ കൂടെ തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നോക്കുക, ഈ ഒരു പോയിന്റുകൾ ഉണ്ടല്ലോ, അവിടെ ഞാനൊന്ന് ഡീപ്പായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിൽ കൊള്ളാൻ പാടില്ല, എന്നാൽ ഡീപ്പായിട്ട് കട്ട് ചെയ്യാൻ വേണം. ആ 3 പോയിന്റുകളിലും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇടയിലും ഒന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് ഈ ഒരു നെക്കിന് ചുറ്റും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 3 പോയിന്റിലും ആണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണ്ടേ. ഈ 3 പോയിന്റിലും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തുണി പീസ് ബാക്കോട്ട് മറിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഭംഗിയായിട്ട് ഇതങ്ങ് ബാക്കോട്ട് മറിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു തുണി പീസ് ഞാൻ ബാക്കോട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എഡ്ജീക്കടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. എഡ്ജീക്കടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ നെക്ക് നമ്മൾ പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്യാപ്പ് വിട്ട് ഇതേ ഷേപ്പിൽ തന്നെ ഒരു വട്ടം കൂടി അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഫ്രണ്ടിലെ നെക്ക് നമ്മൾ ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണോ ചെയ്തത് ആ സെയിം മെത്തേഡിൽ തന്നെ ബാക്ക് പോർഷനിലെ നെക്കും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടും ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ ഭംഗിയായിട്ട് ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ ബാക്ക് പോർഷൻ്റെ നെക്കും നമ്മൾ ഭംഗിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് പോർഷന് നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഫ്രണ്ട് പോർഷന് നല്ല വശം ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പോർഷന് നല്ല വശം. അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഞാൻ കറക്റ്റായിട്ട് ഫ്രണ്ട് പോർഷന് നല്ല വശം ചേർത്ത് വെച്ചു. ഇനി നമുക്ക് 1/2 ഇഞ്ചിൽ ഈ ഒരു ഷോൾഡർ അങ്ങ് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ ഷോൾഡർ ഭംഗിയായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു യോക്ക് പോർഷൻ്റെ അടിഭാഗത്തേക്കായിട്ട് പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഈ ഒരു ഫ്രണ്ട് യോക്ക് പോർഷനിലേക്ക് നമുക്ക് പ്ലീറ്റിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്ത് മാറ്റിയ പ്ലീറ്റ്സിൻ്റെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇനി നോക്കുക, കറക്റ്റ് ഈ ഒരു സെൻറ്ററിലെ ഡിസൈൻ വരണ പോലെ പ്ലീറ്റിലും ഞാൻ ഇതുപോലെ കറക്റ്റായിട്ട് ചേർത്ത് വയ്ക്കും. ഈ ഒരു ഭാഗത്ത് സെൻറ്റർ പോർഷനിൽ ഞാൻ പ്ലീറ്റ് ഒന്നും കൊടുക്കുന്നില്ല. ഈ രണ്ട് സൈഡിലുമാണ് ഞാൻ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കണേ. ഈ ഒരു അറ്റ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ 2 ഇഞ്ചോളം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യും. 2 ഇഞ്ചോളം കറക്റ്റ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യും. അതിനുശേഷം എക്സ്ട്രാ നോക്കുക, ഈ ഒരു സെൻറ്ററും നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം ഇത്രയും തുണി എക്സ്ട്രാ കിടക്കുന്നുണ്ട്. ഈ എക്സ്ട്രാ നിൽക്കുന്ന തുണി കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആയിട്ട് ഈ സൈഡ് വശത്ത് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പം അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ഒരു മോഡലിൽ സ്റ്റിച്ച് ചെയ്യണേ. ആ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. സെൻറ്റർ പോർഷൻ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കും. അതിനുശേഷം ഈ ഒരു അറ്റത്ത് 2 ഇഞ്ചോളം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചു പോകും. ബാക്കി ഇത്രയും തുണി എക്സ്ട്രാ കിടക്കുന്നുണ്ട്. ഈ എക്സ്ട്രാ നിൽക്കുന്ന തുണി നമ്മൾ ഈ ഒരു സൈഡിൽ ഫ്രണ്ടിൽ ഒരു സൈഡിൽ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കും. ഇത്രയും തുണി ബാക്കി കിടക്കുന്നുണ്ട്. അത് നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഞെരുവായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണ ബേസിക് ഐഡിയ. അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഈ ഒരു യോക്ക് പോർഷൻ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് എടുക്കുക. ഇതാണ് നമ്മുടെ പ്ലീറ്റിൻ്റെ നല്ല വശം. ഈ ഒരു പ്ലീറ്റിൻ്റെ നല്ല വശത്തോട് നമ്മുടെ യോക്ക് പോർഷന് നല്ല വശം ഇതുപോലെ കറക്റ്റായിട്ട് ചേർത്ത് വെക്കണം. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ. അതിനുശേഷം കറക്റ്റായിട്ട് ഇത് നിവർത്തിയിടുക. അതിനുശേഷം നമ്മൾ ഈ ഒരു മുകൾ ഭാഗത്തേക്കൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. കണ്ടില്ലേ, കറക്റ്റ് സെൻറ്റർ പോർഷൻ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടി. 2 സൈഡിലായിട്ടും കുഞ്ഞു കുഞ്ഞു ഞെറിവുകളും കിട്ടി. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണേ. ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? അപ്പോൾ നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് പ്ലീറ്റ്സിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സെൻറ്റർ പോർഷൻ കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ഞാൻ ആ സെൻറ്ററും ചേർത്ത് വെച്ചിട്ട് ഇവിടെ മുട്ടുസൂചി ഊത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുട്ടുസൂചി ഊത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കുക, ഇതാണ് നമ്മുടെ യോക്കിൻ്റെ നല്ല വശം. യോക്കിൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് പ്ലീറ്റിൻ്റെ നല്ല വശമാണ് കേട്ടോ ഞാൻ ചേർത്ത് വെക്കണേ. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ചു. ഇനി നിങ്ങൾക്ക് യോക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 2 ഇഞ്ചോളം ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 2 ഇഞ്ചോളം നമ്മൾ ഈ ഒരു പ്ലീറ്റിൻ്റെ തുണി കറക്റ്റ് വെച്ചിട്ട് 2 ഇഞ്ചോളം സ്ട്രെയിറ്റ് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത്രയും തുണി ഇവിടെയാണ് നമ്മുടെ സെൻറ്റർ പോയിന്റ്. ഇത്രയും തുണി എക്സ്ട്രാ കിടക്കുക. ഈ എക്സ്ട്രാ നിൽക്കുന്ന തുണിയാണ് നമ്മൾ പ്ലീറ്റ് ആയിട്ട് ഈ ഒരു സൈഡിൽ ജോയിൻ ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് പ്ലീറ്റ് ഇട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ സെൻറ്റർ പോർഷൻ. ഇവിടെയും വരെ നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യും. ഇത്രയും ഭാഗം നമ്മൾ ബാക്കി കിടക്കുന്നത് എക്സ്ട്രാ നിൽക്കുന്നത് പ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ 2 സൈഡിലും പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു മുകൾ ഭാഗം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ഫ്രണ്ടിലെ പ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷനിലെ പ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ട് പോർഷനിലെ പ്ലീറ്റ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ബാക്ക് പോർഷനിലെ പ്ലീറ്റ് ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ പ്ലീറ്റ്സിനുള്ള തുണി ഇതുപോലെ വിരിച്ചിട്ടിട്ടുണ്ട്. ഈ ഒരു പ്ലീറ്റിൻ്റെ സെൻറ്ററും നമ്മുടെ യോക്ക് പോർഷൻ്റെ സെൻറ്ററും ഞാൻ ഇതുപോലെ ആദ്യം ചേർത്ത് വയ്ക്കും. അതിനുശേഷം ഈ ഒരു അറ്റത്ത് 2 ഇഞ്ചോളം ഞാൻ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. 2 ഇഞ്ചോളം സ്ട്രെയിറ്റ് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് ബാക്കി എക്സ്ട്രാ നിൽക്കണ ഇത്രയും തുണിയുണ്ടല്ലോ, അത് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആയിട്ട് ഈ ഒരു സൈഡിൽ ഞാൻ ചെയ്തെടുക്കും.
ഇടവിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് അങ്ങ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇടവിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കും. സെയിം ഈ മെത്തേഡിൽ തന്നെ ഞാൻ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യും. സെൻറ്റർ ആദ്യം കറക്റ്റ് പിടിക്കും, അതിനുശേഷം ഈ ഒരു സൈഡിൽ 2 ഇഞ്ചോളം സ്ട്രെയിറ്റ് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ബാക്കി നിൽക്കണത് ഇത്രയും തുണി ഈ ഒരു സെൻറ്റർ പോർഷനിൽ ഇടവിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആയിട്ട് അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിനി ചെയ്യാൻ പോണേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണേ. സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ മറ്റേത് ഫ്രണ്ട് പോർഷൻ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ. ആ ഒരു മെത്തേഡൊക്കെ സെയിം ആണ്. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു ബാക്ക് പോർഷൻ ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. പ്രത്യേകം ഞാൻ വീണ്ടും സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നില്ല. മെത്തേഡൊക്കെ സെയിം ആണ്. പ്ലീറ്റ് ഇടുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇടവിട്ട് ഈ ഒരു സെൻറ്റർ പോർഷനിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ബാക്ക് പോർഷൻ്റെയും പ്ലീറ്റ് ഭംഗിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇടവിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കണേ. അങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്യണേക്ക് മുമ്പായിട്ട് സ്ലീവിൻ്റെ അരികുവശം മടക്കി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തേരുവശം ആയതുകൊണ്ട് സ്ലീവിൻ്റെ അരികുവശം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല. നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ സെൻറ്ററും നമ്മുടെ ഷോൾഡർ ജോയിൻറ്റും കറക്റ്റ് ചേർത്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്ലീവിൻ്റെ നല്ല വശവും നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ചേർന്ന് വരുന്ന പോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ട് 2 സൈഡിലും നമുക്ക് സ്ലീവ് അങ്ങ് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ 2 സൈഡിലും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിനി ചെയ്യാൻ പോണേ. സ്ലീവ് ഒക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡ് അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡ് നമ്മൾ ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു അരികുവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് റൗണ്ടിന് ഇതുപോലെ അരികൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിക്കാം.